ഇത് കണ്ട നമ്മളിത് ബഡ് അഴിച്ചപ്പോൾ എന്താ ഈ ബഡ് ചെയ്ത ഭാഗം ഇപ്പോൾ സാധാരണ ഇതിൻ്റെ ബ്രാഞ്ചസ് വരുന്നത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5.5 മാസത്തോളം ആയിട്ട് നമ്മൾ ഈ തൈകൾ നട്ടിട്ട് ഇനി ഒരാൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലുവളപ്പിൽ. ഞാൻ ഈ തൈകളൊക്കെ നടന്നത് ഏകദേശം മെയ് ലാസ്റ്റോട് കൂടിയാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5.5 മാസത്തോളം ആയിട്ട് നമ്മൾ ഈ തൈകൾ നട്ടിട്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്കും അതുപോലെ തന്നെ തുടക്കക്കാർക്കും വേണ്ടി മാത്രമാണ്. പല വീഡിയോയിലും പറഞ്ഞ് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. നമുക്ക് എന്താ കാരണം വെച്ചാൽ നമ്മുടെ ഈ തൈകൾ കണ്ട സംഭവം വളർന്ന് ഇത് വേര് പിടിക്കാൻ തന്നെ ഏകദേശം ഒരു 3-4 മാസത്തോളം എടുത്തു ശരിക്കും വേര് പിടിച്ചതിൻ്റെ വളർച്ചയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഇത് വളർന്ന് വേരൊക്കെ പിടിച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക ഒറ്റത്തടി പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, നീളഞ്ഞ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിന് ബ്രാഞ്ചസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ബ്രാഞ്ചസ് വരാണ്ടായി. ഇപ്പോൾ സാധാരണ ഇതിൻ്റെ ബ്രാഞ്ചസ് വരുന്നത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ഇതിൻ്റെ അറ്റം ഈ കൂമ്പുകളുണ്ടല്ലോ ഇത് ചീഞ്ഞ് നശിച്ചു പോകും. അപ്പോൾ അതിന് ശേഷം ഇവിടുന്ന് ബ്രാഞ്ചസ് വരും. അപ്പോൾ അത് ഒരു 2 അടി 3 അടിയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് സംഭവിക്കാറുണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് നമ്മുടെ തൈകളിൽ ഒന്നും കൂമ്പ് ചീയ അങ്ങനത്തെ കേസുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ട ഇനിയും ഇപ്പോഴും തളിരെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കരുത്തോടു കൂടെ വരുന്നുണ്ട്. ചില ഫംഗൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കി തൈകൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചെന്നുണ്ടെങ്കിൽ മുകളിലത്തെ തളിര് പോവാത്തതുകൊണ്ട് നമുക്ക് ഇള പൊട്ടിയില്ല. നമുക്ക് ഒന്നാമത്തേൽ നമ്മൾ ഈ നട്ടിട്ടുള്ള PVC കാലുകളുമെയാണ്. അപ്പോൾ നമുക്ക് ഇതിന്മേ കൂടുതൽ ഇളകൾ പൊട്ടിയെങ്കിൽ മാത്രമേ നമുക്കിത് വർക്കൗട്ട് ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒറ്റ കാലുമേ നമ്മൾ ഒരു തൈയായിട്ട് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് വലിയ ഗുണങ്ങളില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ഇള പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് നാച്ചുറലായിട്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് അത് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ചെടിക്ക് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ കാണിച്ചു തരാം. കണ്ട ഈ തൈ കണ്ട ഇത് നമ്മൾ 2 മാസം മുന്നേ ഇവിടെ വെച്ച് കട്ട് ചെയ്തതാണ്. ഇത് ഏകദേശം ഒരു 6 അടി 7 അടിയിലേക്ക് പോയൊരു തൈയാണ്. അപ്പോൾ 2 മാസം മുന്നേ നമ്മളിത് ഈ തൈ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്തതിൻ്റെ താഴെയുള്ള മുട്ടയിൽ നിന്ന് അതൊരു പൊട്ടി, അതിൻ്റെ താഴത്തുനിന്നും നമുക്കൊരു ഇള പൊട്ടി. ഇനി ഇതിൽ ഇളകൾ പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഇനി നമുക്കിത് കറക്റ്റായിട്ട് ഈ പോസ്റ്റുമ്പോൾ നമ്മൾ വെച്ച് ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അട്ടക്കാലമൊക്കെ ഇതുമേ കൃത്യമായിട്ട് പിടിക്കും. എല്ലാവർക്കും ഇങ്ങനെ സംഭവിച്ചു കൊള്ളണം എന്നില്ല. ചിലവർക്ക് നാച്ചുറലായിട്ട് ഇള പൊട്ടി വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ നിർഭാഗ്യം കൊണ്ട് അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് കണ്ട ഇതൊക്കെ തന്നെ ഇള പൊട്ടിയിട്ടുള്ളതാണ്. കണ്ട ഇത് നമ്മൾ ഒരു തയ്യ നട്ടിട്ടുള്ളൂ, പക്ഷെ അതിന് 2 ഇതളുകളുണ്ട്. ഞാൻ ഇതും കട്ട് ചെയ്യാൻ പോവാണ്. എന്താ കാരണം വെച്ചാൽ എല്ലാം ഒരേ മേനിയിൽ നമുക്ക് വളർന്നു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതും കട്ട് ചെയ്ത് നിർത്താണ്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്ത തണ്ടുകൾ നമ്മൾ കളയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. നമ്മളിത് കൃത്യമായിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഇത് നടാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ട കൂടയിൽ മണ്ണ് നിറച്ച് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ ഗുണം എന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത് എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും വന്ന് പോക്കുകൾ ഉണ്ടെങ്കിൽ, അതായത് കേടുപാടുകൾ വന്ന് തൈ നശിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് റീപ്ലാന്റ് ചെയ്യാനും കൂടെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മുറിക്കിനെ കംപ്ലീറ്റ് തണ്ട് നമ്മൾ നടുന്നുണ്ട്. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനും പ്ലാനുകളുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അപ്പോൾ ഇത് കണ്ട ഇതൊക്കെ അത്യാവശ്യം അട്ടകാലൊക്കെ പിടിച്ചു. കാലുമേ ഇത് കണ്ട ഇതൊന്ന് കാണിച്ച് നല്ല പോലെ അതേ പൈപ്പുമേ അട്ടകാലൊക്കെ പിടിച്ചു വിട്ടാ. കണ്ട ഒരു കുഴപ്പമില്ല. അതേ പൈപ്പും അട്ടകാലം പിടിച്ചാണ്. നമ്മളിതേ വലിച്ച് കളയാം. എന്തായാലും ഇത് കട്ട് ചെയ്യണം. കണ്ട നല്ല ബലത്തിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് കേട്ടോ അട്ടകാല്. കണ്ട എന്നിട്ട് ഇതേ ഒരു 2 അടി 3 അടിയിൽ വെച്ചിട്ട് നമ്മളിതിനെ കട്ട് ചെയ്യാണ്. എന്താ കട്ട് ചെയ്ത് തന്നെ കംപ്ലീറ്റ് വേർതിരിച്ചെടുക്കുകയാണ്. അതാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്കൊരു ദോഷം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 5.5 മാസം അങ്ങോട്ട് വേസ്റ്റായി കിട്ടും. ഇത്രയും വളർച്ച എത്തിയ സാധനം ഒരു 5.5 മാസത്തെ വളർച്ച നമുക്ക് വേസ്റ്റ് ആവും. ഇനി ഇത് ഈ കട്ട് ചെയ്തോർത്തുനിന്ന് പുതിയതായിട്ട് കൂമ്പെടുത്ത് മുള പൊട്ടി വരണം. അതിന് ഏകദേശം ഒരു 2 മാസത്തോളം സമയം എടുക്കും. അപ്പം അങ്ങനെ മൊത്തം ഒരു വർഷത്തിൻ്റെ അടുത്ത് ഒരു 7-8 മാസം നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് കുറഞ്ഞ് പോയി കിട്ടും. അങ്ങനൊരു ഡ്രോബാക്ക് നമുക്കിതിൽ ഫേസ് ചെയ്യണം. പക്ഷെ എന്താ ചെയ്യുക, നമുക്കിങ്ങനൊരു അവസ്ഥ വന്നുകൊണ്ട് നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഇതിൽ മറ്റൊരു പ്രതിസന്ധി ഞാൻ ഫേസ് ചെയ്ത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ് തൈയാണ്. അതായത് കൊളബ്രീനത്തിൽ ബഡ് ചെയ്ത തൈകളാണ്. അപ്പോൾ
അപ്പോൾ ഇതിന് എന്ത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു തൈ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ഇത് കണ്ട, ഇത് ബഡിൻ്റെ ഒരു പോർഷനാണ്. ഇപ്പോൾ 5.5 മാസമായി എന്ന് പറഞ്ഞല്ലോ നമ്മൾ ഈ തൈ നട്ടിട്ട്. ഇപ്പോഴും ഞാൻ ഈ ബഡ് പ്ലാസ്റ്റിക് ഞാൻ അയച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം പറഞ്ഞുതരാം. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം വന്നിട്ട് ഇത് കണ്ട് ഈ പ്ലാസ്റ്റിക് ഇതിൻ്റെ മേൽവശത്ത് ടൈറ്റായിട്ട് ഈ തണ്ടിൻ്റെ കനം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നുണ്ടെങ്കിൽ ഈ ബഡിൽ നിന്ന് ഇത് വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 1-2 നമ്മൾ അഴിച്ചു നോക്കി. ഇത് കണ്ട, നമ്മളിത് ബഡ് അഴിച്ചപ്പോൾ എന്താ ഈ ബഡ് ചെയ്ത ഭാഗം ഇതിൽ നിന്ന് വിട്ട് പോണൊരു പ്രതിസന്ധി നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ അത് പിടിക്കുന്നുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് അനക്കാണ്ട് വേണം അത് വെക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയും കൂടെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അതിന് ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഈ ബഡൊന്ന് അഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ബഡ് തൈയുള്ളവർക്ക് മാത്രമേ ഈ പ്രതിസന്ധികളുള്ളൂ, അല്ലാത്തവർക്ക് ഈ പ്രശ്നങ്ങളില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒന്ന് അഴിച്ചെടുക്കുകയാണ്. പ്ലാസ്റ്റിക് അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ മേൽവശം മാത്രം പിടിപ്പിക്കുക. മുകളിലേക്ക് ഉള്ളത് മാത്രം പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ആവും. താഴത്തേക്കുള്ളത് തന്നെ വിട്ടുപോക്കോളും. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞത് ബഡൊക്കെ ശരിക്കും പിടിച്ചതിന് ശേഷം നമുക്ക് പിടിപ്പിച്ച് കളയാം. ഇല്ലെങ്കിൽ സാധനം പൊട്ടിപ്പോരാനുള്ള സാധ്യതകളുണ്ട്. നമുക്കത് സേഫ് അല്ല. കണ്ട, ഇത്രയും പിടിപ്പിച്ച് നിർത്തിയാൽ മതി. അതായിരിക്കും സേഫ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്ത മറ്റൊരു പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അട്ടക്കാലുകൾ തുടക്കത്തിൽ വളർന്നു വരുമ്പോൾ ഈ അട്ടക്കാലുകൾ ശരിക്കും വളരുന്നില്ല. അത് നല്ല പോലെ വേര് പിടിച്ച് നല്ല കരുത്താർജിച്ചതിനും ശേഷം മാത്രമാണ് ഈ അട്ടക്കാല് നമുക്ക് നല്ലൊരു വളർച്ചയിലേക്ക് എത്തുള്ളൂ. അത് PVC പിടിക്കുള്ളൂ. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയും കൂടെ നമ്മൾ ഫേസ് ചെയ്തു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇതെന്ത് തയ്യന് എന്ത് പ്രോബ്ലം ആയിട്ടാണെന്നാണ്. നമുക്കിത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ പോയി കണ്ട് മനസ്സിലാക്കി കൊടുത്തുനിന്ന് അവർ ഇൻഫോം ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് കുറവും കൂടി ഉണ്ട്. നമ്മൾ പാരമ്പര്യമായിട്ട് കർഷകരും നല്ല ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികളും ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനി ഒരാൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇത് കണ്ട, ഈ ഒരു തൈ ഏകദേശം കണ്ട ഇത്രയും ഹൈറ്റിൽ വന്നിട്ടുണ്ട്. ഒരു 6 അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇതിൻ്റെ അട്ടക്കാലുകൾ ശരിക്കും വളർന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ഈ മേളിലേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ വേരുപിടുത്തമായിട്ടുണ്ട്. അപ്പോൾ വേരുപിടുത്തമായപ്പോൾ മേളിലേക്ക് അട്ടക്കാലുകൾ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇത് കട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇനി വരുന്നത് നമ്മൾ കറക്റ്റ് ബ്രാഞ്ചസ് വെച്ചിട്ട് ചേർത്ത് കെട്ടി കൊടുക്കണം. അപ്പോൾ അതിന് എന്താ ഗുണം എന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി വേര് പിടിച്ചതിന് ശേഷം വരുന്ന ബ്രാഞ്ചസ് ആണത്. അപ്പോൾ അതിന് തുടക്കത്തിൽ തന്നെ അട്ടക്കാലുകൾ വരും. അത് നമുക്ക് അന്ന് കട്ട് ചെയ്തതിലൊന്ന് കാണിച്ചു തരാം അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. ഇതിൽ കണ്ട, ഇതിൽ ഈ ബ്രാഞ്ചസ് ഇവിടെ നിന്ന് ബ്രാഞ്ച് വന്നു. അപ്പോൾ അതിന് തുടക്കത്തിൽ തന്നെ അട്ടക്കാല് ഫോം ചെയ്തു. പക്ഷേ ഇവിടെയൊക്കെ കണ്ട ഈ നെറ്റിലൊന്നും അട്ടക്കാല് വന്നിട്ടില്ല. അത് തുടക്കത്തിലായതുകൊണ്ടാണ്. അപ്പോൾ ഇനി പുതിയത് വരണേൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ അട്ടക്കാല് നല്ല കരുത്തോടു കൂടെ തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്കിവിടെ സോൾവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരും പറഞ്ഞു തന്നിട്ട കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പെട്ട് ഇതിൽ ശരിക്കും പെട്ടുപോയൊരവസ്ഥയിൽ വന്നിട്ട് അതിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പ്രേക്ഷകർക്കും കൂടെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അതായത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് PVC പൈപ്പിൻ്റെ കുരുമുളക് തൈകളെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷെ അതിലെ ഡ്രോബാക്സ് ഒന്നും ആരും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡ്രോബാക്സ് മാത്രം ഇട്ടിട്ട് ചില വീഡിയോകൾ ചെയ്യുന്നത്. എന്താ കാരണം വെച്ചാൽ ആരും പെട്ടെന്ന് പോയി ചാടണ്ട. ഇത് അത്ര ഈസി ഉള്ളൊരു സംഭവം ഒന്നല്ല. ഇതുണ്ടായി എല്ലാം കഴിഞ്ഞ് ഇതിൽ പടർന്ന് പന്തലിച്ച് കുരുമുളകൊക്കെ പറിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. പക്ഷെ അതുവരെ ഇതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു സംഗതി ഒന്നല്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഈ PVC കാലിൽ 1-2 തൈ വെച്ചാലും അതിന് ഒരുപാട് ഇലകൾ പൊട്ടിങ്കിൽ മാത്രമേ നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരേ ഒറ്റ തൈയായിട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ മെയിൻ്റെനൻസ് കോസ്റ്റ് പോലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മസ്റ്റായിട്ട് ഇല പൊട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇല പൊട്ടാത്ത തൈകളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ചിലവർക്കുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ ഇത്രയും വളർന്നിട്ട് നമ്മൾ ഇതെങ്ങനെയാണ് അടിയിൽ വെച്ചൊക്കെ കട്ട് ചെയ്ത് കളയാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഒന്നും ചെയ്യേണ്ട, ഇതിൻ്റെ ഈ തളിര് വരുന്ന ഭാഗമല്ലേ, ഈ തളിര് വരുന്ന ഭാഗം ഒന്ന് നുള്ളി കളഞ്ഞാൽ പ്രശ്നം തീർന്നു. അവിടുന്ന് ഇല പൊട്ടും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവമാണ്. നിങ്ങളിത് കൃത്യമായിട്ട് കൺഫേം ചെയ്ത് മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തോട്ടത്തിൽ കയറിയിട്ട് കൊടികൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ റിസ്ക്കാണ്. നാളെ എൻ്റെ അടുത്ത് ചോദിക്കരുത് നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് എൻ്റെ കൊടി മുഴുവൻ ചീഞ്ഞു പോയി കരിഞ്ഞു പോയി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.
അപ്പോൾ മാക്സിമം നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ തന്ന് സഹായിക്കുക. ഇനിയും പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സപ്പോർട്ടുകളാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും ചെയ്യാൻ നമുക്ക് പ്രേരണ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. നമുക്ക് അറിയുന്ന ഡൗട്ടുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് ചെയ്യേണ്ടവർക്ക് മാത്രം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്, അത് അറിവില്ലാത്തവർക്ക് കൂടെ മാത്രമാണ്, അല്ലാതെ ഇതിൽ എക്സ്പെർട്ടായി വർഷങ്ങളോളം കൃഷിയിൽ നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോ അല്ല. അപ്പോൾ നമ്മൾ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ്.